ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ഏതായാലും കടയിലെത്തി. കുറച്ച് താമസിച്ചായിരുന്നു വന്നത് കേട്ടോ. വന്നിട്ട് കുറേ നേരമായി. ഇപ്പോൾ ഇച്ചിരി തിരക്കില്ലാത്തൊരു സമയമാണ്. എന്നാൽ പെട്ടെന്നൊന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അതാ പക്ഷേ ഫ്രണ്ടിലേക്ക് നോക്കിക്കുമ്പോൾ മൊത്തം ഭയങ്കരമായിട്ട് വെള്ളയായിട്ടിരിക്കുന്നു. ഇത് കണ്ടോ, ഇവർ നമ്മുടെ ഇവിടുത്തെ അന്തേവാസികളാണേ. അവരെല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് നടക്കുക. ഇവരെ ഞാൻ ഈ ചില്ലയിൽ ഇങ്ങനെ മുട്ടി സൗണ്ട് കേൾപ്പിച്ചിട്ട് തീറ്റയിട്ട് കൊടുത്ത്, അപ്പോൾ ഈ ചില്ലയിൽ ഇങ്ങനെ മുട്ടുന്ന സമയത്ത് തീറ്റയ്ക്കാന്ന് അവർക്കറിയാം. അവർ പെട്ടെന്ന് എല്ലാവരോടും ഈ ചില്ലിൻ്റെ സൈഡിലേക്ക് ഓടി വരും കേട്ടോ. 10 പേരുണ്ടായിരുന്നു, ഒരാൾ ചത്തുപോയി. എന്നെ പറ്റിയതോ ഫുഡ് കൂടിപ്പോയിട്ടായിരിക്കും, ഒരാൾ ചത്തുപോയി. ബാക്കി കുഴപ്പമില്ല. ഞാനും വിചാരിച്ചു ഇവർക്ക് ഓക്സിജൻ ഇല്ലാതെ മറ്റേ ആ ഓക്സിജൻ കൊടുക്കുന്ന മെഷീനില്ലേ, അതില്ലാതെ കൊണ്ട് ഇവർക്ക് പറ്റില്ലായിരിക്കും, കുപ്പിയിൽ കിടക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർക്കിഷ്ടംപോലെ ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, വലിയ ബൗളല്ലേ, അതുകൊണ്ടായിരിക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് കണ്ടൻറ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിലേക്കൊന്നും പോകാത്തത് കൊണ്ടൊക്കെ നമ്മൾ തുടങ്ങിയതിൻ്റേതായ ഒരു എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ കടയിൽ നിൽക്കുമ്പം ഫ്രണ്ടിലത്തെ കാഴ്ച. നമ്മുടെ ആറ്റോര ഹോട്ടലാണ്. ആറ്റോര ഹോട്ടൽ ഫേമസ് ആണല്ലോ, മറ്റേ സ്വീറ്റ് പൊറോട്ടയിൽ. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഞങ്ങളുടെ കടയുടെ മുകളിലത്തെ ഒരു നിലയിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ കടയല്ല, അതിൻ്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങാണ്, അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണിത്. പക്ഷേ അന്ന് ഘോഷയാത്രയൊക്കെ വന്നപ്പോഴത്തേനും ഞാൻ വീഡിയോ പിടിക്കണമെന്നും ഒക്കെ വിചാരിച്ചാണ്. പക്ഷേ ഇതിൻ്റെ മണ്ടേ കയറി വീഡിയോ ഒക്കെ പിടിച്ചു, പക്ഷേ അതെല്ലാം ഡിലീറ്റായിപ്പോയി. ഇതുണ്ട്, ഇത് നമ്മുടെ പഞ്ചായത്ത് കെട്ടിടം. അത് തൂക്കാലത്തേക്ക് പോകുന്ന റോഡ്, തൂക്കാലം നെടുങ്കണ്ടം റോഡാണ് കേട്ടോ അത്. ഇതാണ് നമ്മുടെ കൂട്ടാർ. കണ്ട ആറൊഴുകുന്നത്, ഇതാണ് കൂട്ടാർ. ഇത് അങ്ങോട്ട് പോകുന്ന അല്ലിയാറിലേക്ക് പോകുന്നത്. ഇത് കമ്പംകുമ്പളി പോകുന്ന റോഡാണ് കേട്ടോ. ജസ്റ്റ് ഓടി ഒന്ന് വന്നതാണ്, ഇതിൻ്റെ മേളിൽ കയറിയുന്നൊരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് കടയിൽ നിന്ന് പെട്ടെന്ന് ഞാൻ കൊച്ചിനോട് ചോദിച്ചിട്ട് ഓടി വന്നതാണ്. അതുകൊണ്ട് വളരെ വിശാലമായി ഒന്നും എടുക്കാൻ പറ്റിയില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്തതേ ഉള്ളൂ. ഒന്ന് കാണിക്കണ്ടേ നമ്മുടെ കൂട്ടാർ എങ്ങനെയാണ്. ഇത് ആ അപ്പുറത്ത് കാണുന്ന ആ വലിയ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്നിട്ട് ഞാനൊരു വീഡിയോ എടുത്തിടാം. അപ്പം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും, അങ്ങ് മേളിൽ വരെയുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുമേ. എന്നുണ്ട്, ഇതാണ് നമ്മൾ കയറിപ്പോകുന്ന ഈറ്റക്കാനം പോകുന്ന റോഡാണ്. ആ മേളിലേക്ക് പഞ്ചായത്തിൻ്റെ അതിൽ നേരെ മേളിലേക്ക് കിടക്കുന്നത് കേട്ടോ. ഈ സാധനം എന്താണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ സാധനം ഞാൻ ഇവിടെ വന്നേപ്പിനെയാണ്, ഈ കടയിൽ വന്നേപ്പിനെയാണ് ഇങ്ങനൊരു മെഷീൻ ഞാൻ കാണുന്നത്. ഇതെന്താണെന്ന് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇതിൻ്റെ ഉപയോഗം എന്താണ്? ഈ സൗണ്ടിൻ്റെ ഉടമ ആരാന്ന് അറിയണ്ട, അതിനാട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് മുഖം കാണിക്കുന്നത്. പിന്നെ വേറെന്തൊക്കെയാണ്? ഇന്നലെ വീഡിയോ ഇട്ടിട്ട് എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട്. കുഴപ്പമില്ല അല്ലേ? നിങ്ങളുടെ അഭിപ്രായമാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് എന്താണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മൾ പുതിയ ഒന്നിലേക്കും പോകാനും അതിനുള്ളൊരു ധൈര്യമൊക്കെ ആയി വരുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണേ. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇതെന്ത് സാധനമാണെന്ന് മനസ്സിലായോ? മനസ്സിലായവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഇതിൻ്റെ ഉപയോഗം, അതായത് ഇനി ഇത് ചെയ്യാനായിട്ട് ആരെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ ഞാനിതെന്താ ചെയ്യുന്നതെന്നുള്ളത് വീഡിയോ ഇട്ട് കാണിക്കാം. എന്ന് വെച്ചാൽ ഇത് അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, കുറേ ഏലക്കാടും മരുന്നരിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു സാധനമാണ്. പക്ഷെ അത് ഉപയോഗിക്കുന്ന ചേട്ടന്മാർക്ക് ചേച്ചിമാർക്കൊക്കെ അറിയാമായിരിക്കും ഇതെന്താ സാധനം എന്ന്. പക്ഷേ എന്നെപ്പോലെ ഈ അടുക്കള മാത്രമായി കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്നവർക്കൊക്കെ ഈ സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ ശരിക്കും ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മുടെ വെയിറ്റ് നോക്കാനൊക്കെ ഒരു
ജാതകം പറയാനൊക്കെ ഒരു സാധനം ഇരിക്കല്ലേ, ആ സാധനം പോലെ പെട്ടെന്ന് ഫീൽ ചെയ്തേ. നമ്മുടെ മരുന്ന് യൂസൊക്കെ ഏത് തോട്ടത്തിലേക്ക് പോകാമെന്ന് പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുന്നു. ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളാട്ടോ, ആ മെഷീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഗോൾഡ് കളറിലെ സാധനം. ഇത് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇതെടുത്തിങ്ങനെ കൈകാര്യം ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെയാണ് ഈ ഓട്ടുവിളക്കൊക്കെ തേച്ച് ഇങ്ങനെ കഴുകിയൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേനും കാണുന്നൊരു സന്തോഷമില്ലേ, ആ ഒരു സന്തോഷമാണ് എനിക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ. കണ്ടോ, ഇതൊക്കെ അതിൻ്റെ ഒരു ക്യാപ്പുകളാട്ടോ. നോക്കിക്കേ, ഇത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ചെമ്പ് ഐറ്റംസ് തന്നെ കുറേ സാധനങ്ങളുണ്ട്. എനിക്ക് ആ സാധനങ്ങളെല്ലാം എടുത്ത് കൈകാര്യം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, കാണാനും ഭയങ്കര രസമാണ്. അതുമല്ല, ഒത്തിരി വലിപ്പമില്ലാത്ത കുഞ്ഞു കുഞ്ഞു സാധനങ്ങളല്ലേ, അപ്പം നല്ല രസമുണ്ട്. ഇതിങ്ങനെ എടുത്തു വെക്കുന്ന ഈ ടപ്പേ ടപ്പേ എന്നുള്ള സൗണ്ടുകളൊക്കെ ഇവർക്ക് ശീലമായി കേട്ടോ, വന്ന ദിവസം തൊട്ട് കേൾക്കുന്നല്ലേ, ഡും ഡും എന്നുള്ള ഈ എടുത്തിടിയിലെ സൗണ്ടുമൊക്കെ. അതുകൊണ്ട് അതുങ്ങൾക്ക് വലിയ പേടിയൊന്നുമില്ലെന്ന് തോന്നുന്നു, മീൻ കുഞ്ഞുങ്ങൾക്കേ. കണ്ടോ, ഇത് അതുമായിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ ആട്ടോ, അതിൻ്റെ ഈ മരുന്നടി ഐറ്റംസിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് ഈ ഇരിക്കുന്ന സാധനമല്ലേ, ഇത് പുതിയതിങ്ങനെ കവർ നിറച്ചിങ്ങ് കൊണ്ടുവന്നപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. കയ്യും കാലും പെരുപെരുത്തിട്ട് ഒരു രക്ഷയില്ല. അതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ ഇരുന്നൊരു സാധനം ഉണ്ടാക്കി കേട്ടോ. ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഞാനത് കാണിക്കാം. ഇത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അതിലിത് പിൻ ചെയ്തേക്കാം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഞാനത് വീട്ടിൽ വല്ലതും എടുത്തിങ്ങനെ ഷോക്കേസിൽ വല്ലതും വെച്ചേനെ, അത്രയ്ക്ക് രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഇതുണ്ടോ, ഇതെൻ്റെ ഈ സാധനമാണ് ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കിയത്. നല്ല രസമില്ലേ കാണാൻ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അഴിച്ച് മാറ്റാൻ പോലും തോന്നിയില്ല. പക്ഷേ ഞാൻ പെട്ടെന്ന് അഴിച്ച് വെച്ചു കേട്ടോ. നമുക്ക് തിരക്കില്ലാത്തപ്പം മാത്രമല്ലേ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം തിരക്കില്ലാത്ത സമയത്ത് പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും ഇച്ചിരി അവിടെ ഇവിടെ നിന്നൊക്കെ വീഡിയോ ആയിട്ട് പിടിക്കും. നോക്കാം നമുക്ക് ഈ വണ്ടി എത്രത്തോളം ഓടുമെന്ന്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഓടും, അതാണ്. നിങ്ങൾ ചായ കുടിച്ചോ? എനിക്ക് വൈകിട്ടത്തെ ചായ വന്നു കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ സന്ധ്യയാകാറായാൽ പെട്ടെന്ന് കയറി പോകണം. ഇന്ന് കുട്ടീസ് തന്നെ വീട്ടിലുള്ളൂ, അതുകൊണ്ട്. ശരി, അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.